ഇൻഗാസ് UAE നാഷണൽ കമ്മിറ്റിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ലൈറ്റ് ഓഫ് ലവ് നാമോദയത്തിൽ ഷാർജ സെൻട്രൽ മാളിലെ RK കൺവെൻഷൻ ഹാളിൽ വിവിധ കലാപരിപാടികളോടുകൂടി ക്രിസ്മസ് ട്രീ മത്സരവും കരോൾ സംഗീത മത്സരവും സംഘടിപ്പിച്ചു. ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയ കേക്ക് മുറിച്ച് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഗാസ് UAE നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് A. ശശീലൻ അധ്യക്ഷതയും പ്രശസ്ത മെന്ററും ട്രെയിനറുമായ ഡോക്ടർ P. വിജയൻ സ്നേഹ സന്ദേശവും നൽകി. ഇൻഗാസിന്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലാണെന്ന് ഇൻഗാസ് നാഷണൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് E. ശശീലൻ അഭിപ്രായപ്പെട്ടു. ഇൻഗാസ് എന്ന് പറയുന്ന നാമധേയത്തിൽ ഇവിടെ ആരംഭിച്ചത് 2006 ആരംഭിച്ചതാണ്. അന്നോട്ട് ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് 8 സ്റ്റേറ്റിലും സെൻട്രൽ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതിൽ കൊറോണ കാലഘട്ടത്തിൽ ഒട്ടനവധി ആൾക്കാരെ സഹായിക്കാനും ജീവൻ രക്ഷിക്കാനും അവർക്ക് ആഹാര സാധനങ്ങളും അതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്ത് നാട്ടിലെത്തിക്കാനുമൊക്കെ ഈ സംഘടന വളരെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ വന്ന നേതാക്കന്മാരൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ വർഷം മഹാദേവനാണെങ്കിൽ ഇത്തവണ സുനിൽ അബ്ദുൽ അസീസാണ് ഇതിൻ്റെ സ്ഥാനം വഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ ആക്ടിംഗ് പ്രസിഡൻ്റ്. ഞങ്ങളുടെ ഈ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ഒട്ടനവധി പരിപാടികൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് K. സുധാകരനാണ്. അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന അദ്ദേഹമാണ് ഇതിന് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ വിഷു പരിപാടി നടത്തി, ഓണപ്പരിപാടി നടത്തി, വലിയൊരു ഇഫ്താർ 1 മാസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം ക്രിസ്മസും ന്യൂ ഇയർ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം 750,000 ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു സംവിധാനമാണ്. ഇൻഗാസിൻ്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള ഒരു ചെറിയ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയുടെ. അതോടൊപ്പം തന്നെ കരോൾ കോമ്പറ്റീഷൻ നടക്കുന്നു. അതിനോടനുബന്ധമായി തന്നെ വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ അത് മത്സരമായിട്ട് നടക്കുന്നത് എല്ലാ സ്റ്റേറ്റിൻ്റെയും ഭാഗം നമുക്കിവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെയൊക്കെ സജീവ സഹകരണവും സാന്നിധ്യവും ഇവിടെയുണ്ട്. അതിനോടനുബന്ധമായി തന്നെ നാളെ നമുക്ക് റിപ്പബ്ലിക് ഡേ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ എംബസിയിൽ. ആ ഒരു റിപ്പബ്ലിക് ഡേ സന്ദേശം കൂടെ ഞങ്ങളുടെ ഇൻഗാസിൻ്റെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയോടനുബന്ധിച്ച് നമ്മളിവിടെ സന്ദേശം നൽകുന്നുണ്ട്. ആ കരോൾ കമ്മിറ്റി എല്ലാത്തിൻ്റെ കോമ്പറ്റീഷൻ നടത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നു ഒരു വലിയ സംവിധാനം. എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ളൊരു ഘോഷയാത്ര മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വിപുല രീതിയിൽ അത് KPCC പ്രസിഡന്റ് സണ്ണി വക്കീൽ വളരെ അഭിനന്ദനം, അതേപോലെ VD സതീശൻ ഉൾപ്പെടുന്ന അവർ വളരെ അത്ഭുതമായിട്ട് നാട്ടിൽ കാണാത്ത ഒരു സംവിധാനം ഈ ഗൾഫ് രാജ്യത്ത് നിങ്ങൾ സംവിധാനം ഒരുക്കിയാലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ഓണം നടക്കുമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്, അത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജാതിമത ഭേദത്തിന് അതീതമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പലർക്കും പല രാഷ്ട്രീയമുണ്ട്. നമ്മളെ രാഷ്ട്രീയം നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 101% നമ്മുടെ പാർട്ടി ഭരണത്തിൽ വരും. ഭരണത്തിൽ വന്നാൽ അവിടെ കണ്ടിട്ടുള്ള എല്ലാ അഴിമതികളും തിരിച്ചു കൊണ്ടുവരുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ പിന്തുണകളും നൽകുന്നു. ഞങ്ങൾക്ക് ഏകദേശം 5000-ലധികം മെമ്പർമാരുണ്ട്. 5000-ലധികം മെമ്പർമാരുണ്ട്. ഓരോ സ്റ്റേറ്റിലും തന്നെ 1000 ചില്ലോനം ആൾക്കാരുണ്ട് ഓരോ സ്റ്റേറ്റിലും. അത് 14 ജില്ലകൾ ഉൾപ്പെടുന്ന പ്രവർത്തനവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി അതിനെ നിയന്ത്രിക്കുന്നു. അതാണ് KPCCയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അതിന് നിയന്ത്രണം നടക്കുന്നത്. AICC KPCC നിർദ്ദേശിക്കുന്ന അതേ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. KPCC അവരുടെ നിയമത്തിനതീതമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അത് എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കളും ശ്രമിക്കുന്ന എല്ലാവർക്കും ഇൻഗാസിൻ്റെ നാമധേയത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇൻഗാസിന്റെ പുതിയ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തതോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് സംഘടന പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്നത് എന്ന് ഇൻഗാസ് നാഷണൽ കമ്മിറ്റിയുടെ ട്രഷറർ ബിജു എബ്രഹാൻ അറിയിച്ചു. ഇൻഗാസിൻ്റെ പുതിയ കമ്മിറ്റി 2025 ചുമതല ഏറ്റതു മുതൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തുന്നതിൽ മുൻതൂക്കം കൊടുത്തു വരികയാണ്. കഴിഞ്ഞ വർഷം 30 ദിവസവും റമദാൻ സമയത്ത് ഇഫ്താർ വിരുന്നൊരുക്കുവാൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം നമ്മൾ വിഷു ആഘോഷം നടത്തി. UAE മുഴുവൻ എമിറേറ്റ്സിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായ ഒരു ഓണാഘോഷത്തിനും ഈ വർഷം ഇൻഗാസ് നേതൃത്വം നൽകി.
ഇപ്പം ഈ വർഷത്തെ അവസാന പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഇത് ഡിസംബറിൽ നടക്കേണ്ടതാണ്. കാരണം നാട്ടിലെ പല ഇലക്ഷനും കാര്യങ്ങൾ കൊണ്ടാണ് അത് ജനുവരിയിലേക്ക് മാറിയത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നു. ഈ പുതിയ കമ്മിറ്റി ഏറ്റെടുത്തത് മുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇൻഗാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ കോൺഗ്രസ്സിന് ശക്തി പകരുവാൻ വേണ്ടി ഇൻഗാസ് പ്രവാസികളായ ഞങ്ങൾ ഇൻഗാസ് പ്രവർത്തകർ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള പ്രൊഫഷണൽ ജഡ്ജസിന് തന്നെയാണ് ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നത്. ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു പാനൽ തയ്യാറായിരിക്കുന്നത്. 6 മണിയോടുകൂടി ക്രിസ്മസ് ട്രീ മത്സരം, 6 മണി മുതൽ 6:30 മണി വരെ ക്രിസ്മസ് ട്രീയുടെ ഇവാലുവേഷനും അതിനുശേഷം കാരൽ ഗാന മത്സരത്തിലേക്ക് മുന്നോട്ട് പോകും. ഇൻഗാസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ആദ്യമായിട്ടാണ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വിവിധ സ്റ്റേറ്റ് കമ്മിറ്റികളും വിവിധ ജില്ലാ കമ്മിറ്റികളും പരിപാടികൾ നടത്താറുണ്ട്. എന്നാൽ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു രീതിയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചു. വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിച്ച് നൽകുവാൻ ഇൻഗാസിന് സാധിച്ചു. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ഇലക്ഷനുകളിലും ഇൻഗാസ് പ്രതിനിധി സംഘത്തെ അയക്കുകയും അതിലൊക്കെ സജീവമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഗാസിനെ കേൾക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നു. ഇൻഗാസിൻ്റെ വാക്കുകൾക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിലോട്ട് ആളുകൾ കടന്നു വരുന്നതിന് കൂടുതൽ ഉത്സാഹം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനറൽ കൺവീനർ ഷിജി അന്ന ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡോക്ടർ വൈ.എ. റഹീം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ സാംസ്കാരിക കൂട്ടായ്മയാണ് ഇൻഗാസ്. UAE എല്ലാ എമിറേറ്റ്സിലും ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സാംസ്കാരിക കലാപ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ്. ഓണം, വിഷു, ക്രിസ്മസ് എല്ലാം വളരെ കൃത്യമായി നമ്മൾ ആഘോഷിക്കേണ്ടായി. ഇന്ന് ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും വലിയൊരു ആഘോഷമാണ്. UAE എല്ലാ എമിറേറ്റ്സിൽ നിന്നുള്ള നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ UAE സംബന്ധിച്ചിടത്തോളം കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവ സാന്നിധ്യമാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സർവേശ്വരൻ ഏവർക്കും നല്ലൊരു പുതുവത്സരവും അതുപോലെ ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതോടനുബന്ധിച്ച് വിവിധ സ്റ്റേറ്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ക്രിസ്തുമസ് ട്രീ മത്സരത്തിൽ ഷാർജ സ്റ്റേറ്റ് കമ്മിറ്റി 1ാം സ്ഥാനവും ദുബായ് 2ാം സ്ഥാനവും ഫുജറ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കരോൾ മത്സരത്തിൽ അജ്മാൻ സ്റ്റേറ്റ് കമ്മിറ്റി 1ാം സ്ഥാനവും ഷാർജ 2ാം സ്ഥാനവും ഉമ്മൽ ഖോയിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ, നാഷണൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ഷാജി പരേത്, ജനറൽ സെക്രട്ടറിമാരായ BA നാസർ, CA ബിജു, വൈസ് പ്രസിഡന്റുമാരായ ഷാജി ഷംസുദ്ദീൻ, അശോക് കുമാർ, സിന്ധു മോഹൻ, രാജി S നായർ എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറിമാരായ റിയാസ് ചന്ദ്ര പിന്നി, പ്രജീഷ് ബാലിശ്ശേരി, വിഷ്ണു വിജയൻ, അഡ്വക്കേറ്റ് അൻസാർ, ജിജോ ചിറക്കൽ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി KC അബൂബക്കർ സ്വാഗതവും ട്രഷറർ ബിജു അബ്രഹാം നന്ദിയും പറഞ്ഞു. ആഘോഷത്തിനോടനുബന്ധിച്ച് ഇൻഗാസ് കലാകാരന്മാരുടെ ഗാനമേളയും അരങ്ങേറി.